ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതി മരിച്ചു. പഞ്ചാരക്കല്ല് സ്വദേശി ശാന്തയാണ് മരിച്ചത്. വനം വകുപ്പ് വാച്ചറുടെ ഭാര്യയാണ് ശാന്ത. തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, കടുവ പുലി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പുതിയ ആക്രമണത്തിന്റെ വാർത്ത വരുന്നത്. എങ്ങനെയാണ് ഈ കടുവയുടെ ആക്രമണം, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? വയനാട് മാനന്തവാടിയിലാണ് സംഭവം. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലാണ് ഇന്ന് ഒരു നെടുക്കുന്ന ഒരു ദാരുണമായ ഒരു ആക്രമണം ഉണ്ടായത്. തുടരെ തുടരെ സമീപ പ്രദേശത്ത് കടുവയെ കണ്ട സാന്നിധ്യം വനം വകുപ്പിനെ അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ വനം വകുച്ചറുടെ ഭാര്യയായ രാധയെ ഇന്നത്തോടെ കടുവ ആക്രമിക്കുന്നത്. ഈ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ വനംവകുപ്പ് പുറത്തുവിടും. ഈ സ്ഥലം ഏതെന്ന് സംബന്ധിച്ച് കാര്യങ്ങളൊന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ പുറത്തുവിട്ടില്ല. എന്തായാലും വരും മണിക്കൂറിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും വനംവകുപ്പ് പുറത്തുവിടും. എന്തായാലും സമീപ പ്രദേശങ്ങളിൽ 2 ദിവസമായി 2 കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് വനംവകുപ്പിനോട് പ്രദേശത്തുള്ളവർ അറിയിച്ചിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധമല്ല ഉയർന്നിരുന്നു. എന്തായാലും വയനാട്ടിൽ അമരക്കുനിയിൽ സമീപ ദിവസങ്ങളിലെല്ലാം കടുവ ആക്രമണം ഉണ്ടാവുകയും നിരവധി ആടുകളെല്ലാം കടിച്ചു കൊന്നിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഒരു സ്ത്രീക്ക് മനുഷ്യ ജീവനെടുത്ത് മറ്റൊരു കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂർ ഈ മരണവുമായി ബന്ധപ്പെട്ട്, ഈ കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കൂടുതൽ വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുല്യ. എന്തായാലും വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആണ് ഈ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതി മരിച്ചു. താൽക്കാലിക വനം വകുപ്പ് വാച്ചറുടെ ഭാര്യയായ രാധയാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വയനാട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ അമരക്കുനിയിലെ കടുവയെയും ഒക്കെ പിടികൂടാൻ വലിയ രീതിയിലുള്ള ദൗത്യം തന്നെയാണ് നടന്നിരുന്നത്. എന്തായാലും വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആശങ്കാജനകമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. രാജേഷ്, എന്തായാലും ഇപ്പോൾ അവിടെ മറ്റ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിലും എന്തെല്ലാം നടപടികളിലേക്ക് അവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്? വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? കടുവയെ കണ്ടുപിടിക്കാനുള്ള നടപടികളിലേക്കോ മറ്റോ കടന്നിട്ടുണ്ടോ? അതുല്യ, വനംവകുപ്പ് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തുവിടും. ഈ സമീപ പ്രദേശങ്ങളിൽ 2 കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് വനംവകുപ്പിന് നാട്ടുകാർ അറിയിച്ചിരുന്നു. എന്നാൽ ഒരു ആദിവാസി യുവതിക്കെതിരെ ഒരു കടുവയുടെ ആക്രമണവും തൊട്ടടുത്ത് ജീവൻ പൊഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഈ താൽക്കാലിക വനം വൗച്ചറുടെ ഭാര്യയ്ക്കാണ് ഇന്ന് രാവിലെയോടെ ഇതുപോലൊരു ആക്രമണം ഉണ്ടായത്. എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി വയനാടിനെ സംബന്ധിച്ചോളം വലിയ വന്യജീവി ആക്രമണം നിരന്തരം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നെ ഒരു മനുഷ്യ ജീവനെടുത്ത ഒരു ആക്രമണം ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായത്. അമരക്കുനി 2 ദിവസം മുന്നേ അമരക്കുനിയിൽ ഭാഗത്തെല്ലാം കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ വനംവകുപ്പ് എത്തി ഈ കടുവയെ പിടികൂടുകയും ഉൾവനത്തിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് മറ്റൊരു കടുവയുടെ ആക്രമണവും മറ്റൊരു സ്ത്രീയുടെ മരണവും സംബന്ധിച്ചുള്ള വാർത്ത വയനാട് സംബന്ധിച്ചോളം പുറത്തു വരുന്നത്. ഈ ജീവനെടുത്ത വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകാനുണ്ട്. കാടിൻ്റെ ഏത് ഭാഗത്ത് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്നു. എന്നാൽ കൂടുതൽ വിശദീകരണം നൽകാൻ വനംവകുപ്പിന് ഇതുവരെ വ്യക്തമായ അറിവ് കിട്ടിയിട്ടില്ല. എന്നാലും വരും മണിക്കൂറിൽ ഇത് സംബന്ധിച്ചുള്ള മറ്റുള്ള വാർത്തകൾ പുറത്തു വരും. എന്തായാലും കടുവയുടെ ആക്രമണത്തിൽ ഒരു ആദിവാസി യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് വയനാടിനെ സംബന്ധിച്ചോളം പുറത്തു വരുന്നത്. ഇനി ഏത് രീതിയിൽ ഈ സർക്കാരെല്ലാം ഇതിനെ ഇടപെടുന്ന കാര്യമെല്ലാം വരും മണിക്കൂറിൽ പുറത്തുവിടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുല്യ. രാജേഷ്, എന്തായാലും വയനാട്ടിൽ ഈ കടുവ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് വലിയ ആശങ്ക തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ അമരക്കുനിയിലെ കടുവയുടെ സാന്നിധ്യം വിഷയമാകുന്ന അതേ സമയത്ത് തന്നെ അവിടെ മറ്റൊരു കടുവ കൂടി ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു. പ്രത്യേകിച്ചും ഒരു യാത്രക്കാരുടെ കാറിന്റെ ഡാഷ് ക്യാമിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് നമ്മളെല്ലാം പുറത്തുവിട്ടിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഇത് അമരക്കുനിയിലെ കടുവ തന്നെയാണോ അതോ
മറ്റൊരു കടുവയാണോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ 2 കടുവകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ കടുവയെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് ശേഷം കടുവ മറ്റ് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ തുടരുകയാണോ, ഈ കാപ്പിത്തോട്ടത്തിൽ തന്നെയാണോ കടുവയുള്ളത് മുതലായ കാര്യങ്ങൾ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതുല്യ, മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലി ഭാഗത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിൽ നിന്നാണ് ഇതുപോലെ ഒരു ആദിവാസി യുവതിക്ക് ആക്രമണം ഉണ്ടായത്. ഇതിൻ്റെമായി ബന്ധപ്പെട്ട് ഈ ഉൾവനത്തിനായതിനാൽ ഈ വനംവകുപ്പിന് എത്തിച്ചേരാനുള്ള സമയപരിധി എല്ലാം കണക്കിലെടുത്ത് വനംവകുപ്പ് കൂടുതൽ വിശദീകരണം നൽകാനുണ്ട്. എന്തായാലും സമീപ ദിവസങ്ങളായി വയനാട് സംബന്ധിച്ചോളം വലിയ വന്യജീവി ആക്രമണങ്ങൾ, വിവിധ കടുവ, കാട്ടുപന്നി, കാട്ടാനടക്കമുള്ള വന്യജീവി ആക്രമണത്തിൽ വിവിധ നാശനഷ്ടങ്ങളും അതിൻ്റെ ഉപരി ഒരുപാട് കാലത്തിന് ശേഷം മറ്റൊരു ജീവൻ നഷ്ടമായിരിക്കുന്ന ഒരു വാർത്ത, ഒരു ദാരുണമായ വാർത്തയാണ് വയനാടിനെ സംബന്ധിച്ചോളം ഇപ്പോൾ പുറത്തു വരുന്നത്. ആമരക്കുരിയെ സംബന്ധിച്ചോളം സമീപ ദിവസങ്ങളെല്ലാം ആമരക്കുരിയെ വ്യാപകമായി ഒരു നാട്ടുകാരുടെ ഉറക്കുകെടുത്തിയെന്ന് തന്നെ പറയാം. വ്യാപകമായ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും 5ഓളം ആടിനെ കടുവ ആക്രമിച്ച് കൊന്നിരുന്നു. എന്നാൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു യുവതിക്ക് ഒരു മനുഷ്യജീവന് ഒരു ദാരുണമായ സംഭവം സംഭവിക്കുന്നത്. ഈ അമരക്കുന്നിയെ സംബന്ധിച്ചോളം, ഈ വയനാട്ടെ സംബന്ധിച്ചോളം വ്യാപകമായ ഒരു വന്യജീവി ആക്രമണത്തിൽ നിരവധി കൃഷിനാശത്തിനോടൊപ്പം മറ്റൊരു മരണമായി സംബന്ധിച്ചുള്ള വാർത്തയാണ് വയനാട് സംബന്ധിച്ചോളം പുറത്തു വരുന്നത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, ഒരു മരണം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മരണം കുറച്ചു കാലത്തിന് ശേഷമാണ് വരുന്നതെങ്കിലും ഈ ഒരു പുതിയ വർഷം ആരംഭിച്ചത് മുതൽ വയനാട്ടിൽ ഈ കടുവ ആക്രമണങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. 5ഓളം ആടുകളെ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ കൊന്ന കടുവയാണ് കഴിഞ്ഞയാഴ്ച അമരക്കുനിയിൽ വെച്ച് കൂട്ടിലായത്. അതിന്റെ അലയൊലികൾ അല്ലെങ്കിൽ അതിന്റെ ഇത് ഒതുങ്ങുന്നതിന് മുൻപാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇത്തവണ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു യുവതിക്കാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം, ഈ കടുവയെ കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നാട്ടുകാർ പ്രതിഷേധിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടോ? നിലവിൽ അതുല്യ, ഇന്ന് രാവിലെയാണ് സ്ത്രീ തൊഴിലാളികൾ കുറച്ചുപേർ ചേർന്ന് കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാൻ വേണ്ടി പോയത്. കാപ്പി പറിക്കാൻ പോയ സ്ത്രീകളിൽ ഒരാളാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് മാനന്തവാടി നഗരസഭ പരിധിയിൽ തന്നെ വരുന്ന ഒരു പ്രദേശമാണ്. പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്ന്, അതായത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രിയദർശിനി തേയിലത്തോട്ടത്തിനോട് ചേർന്നുള്ള ഒരു കാപ്പിത്തോട്ടത്തിലായിരുന്നു ഇവർ ജോലിക്ക് പോയത്. അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഇതിനു മുമ്പ് കാട്ടാനയുടെയും മറ്റും ഉണ്ടായിരുന്നെങ്കിലും കടുവയുടെ ആക്രമണം ഇതാദ്യമായാണ്. അച്ചപ്പൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ രാധയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിദാരുണമായാണ് ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം എടുക്കാതെ വനം വകുപ്പ് അധികൃതരും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം ഇവിടെ നിന്ന് എടുക്കാൻ അനുവദിക്കാതെ നാട്ടുകാർ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. ഇതിനു മുമ്പ്, ഒരു വർഷം മുമ്പും കടുവയുടെ ആക്രമണത്തിൽ തൊണ്ടർനാട് പഞ്ചായത്തിലെ പുതുശ്ശേരിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു വയനാട്ടിൽ. പക്ഷേ ഒരു വർഷത്തെ ഇതേ കാലയളവിൽ തന്നെയാണ് പുതുശ്ശേരിയിൽ തൊണ്ടർനാടിൽ കടുവയുടെ ആക്രമണത്തിൽ അന്ന് ഒരാൾ മരണപ്പെട്ടത്. ഇന്നും ഒരു വർഷത്തിന് ശേഷം വീണ്ടും, അതായത് ഇപ്പോൾ ഇവിടുത്തെ ഈ സമയം എന്ന് പറയുന്നത് പ്രായാധിക്യമുള്ള കടുവകളും ഇര തേടാൻ ബുദ്ധിമുട്ടുള്ള, രോഗം ബാധിച്ച ഒക്കെ പ്രശ്നങ്ങളുള്ള കടുവകൾ ഇര തേടാനായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. ഡിസംബറിന് ശേഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ. ഈ മാസങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ആളുകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. വനത്തിനോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം വളർത്തുമൃഗങ്ങളെ കടുവ പിടിക്കുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വലിയൊരു പ്രക്ഷോഭം ഉണ്ടാവുകയും പ്രക്ഷോഭത്തിനൊടുവിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ശ്രമത്തിനിടെ കൂട് വയ്ക്കുകയും കൂട്ടിൽ അകപ്പെട്ട കടുവയെ ബത്തേരിയിലെ ഹോസ്പൈസ് സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തത്. അതേസമയം ഇപ്പോൾ ആക്രമണമുണ്ടായ പിലാക്കാവ് പഞ്ചാരക്കൊല്ലി പ്രദേശത്തൊന്നും ഇത്ര രൂക്ഷമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പുൽപ്പള്ളി അമരക്കുനിയിലും അതുപോലെ തന്നെ കൽപ്പറ്റ നഗരസഭാ പരിധിയിൽ വരുന്ന പെരുന്തട്ട, അതുപോലെ തന്നെ ചുണ്ടയിൽ, ആനപ്പാറ പ്രദേശങ്ങളിലുമായിരുന്നു കടുവയുടെയും പുലിയുടെയും ശല്യം ഉണ്ടായിരുന്നത്. അവിടങ്ങളിലെല്ലാം കൂട് സ്ഥാപിച്ച് വനം വകുപ്പ് കടുവയെയും പുലിയെയും പിടിക്കാനായി കാത്തിരിക്കുന്നതിനിടെയാണ് ഇന്ന് ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ് ഇന്ന് വീണ്ടും വയനാട്ടിൽ ആവർത്തിച്ചിട്ടുള്ളത്. ഇതിനു മുൻപും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കടുവയുടെ ആക്രമണത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊണ്ടർനാട് പഞ്ചായത്തിലെ പുതുശ്ശേരിയിൽ തോമസ് എന്ന ഒരു കർഷകൻ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ തവണ ബത്തേരി മാനന്തവാടിക്കടുത്ത് 2 സ്ഥലങ്ങളിലായി 2 പേർ കാട്ടാനയുടെ
ആക്രമണത്തിൽ വേലൂർ മഗ്നയുടെ ആക്രമണത്തിലടക്കം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വീണ്ടും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായത്. അതായത് മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട സൂചിപ്പിക്കാനുള്ളത്, വന നിയമം പരിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി നിയമസഭയിൽ അതിനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുകയും ജനങ്ങളാകെ പ്രക്ഷോഭം ഒക്കെ നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ വന നിയമം പരിഷ്കരണ നിയമത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന കാര്യം അറിയിക്കുകയും ചെയ്ത ഒരു ആശ്വാസകരമായ ഒരു വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നതും ഇപ്പോൾ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുള്ളതും. ഏതായാലും രാധ എന്ന് പറയുന്ന ഇന്ന് മരിച്ച സ്ത്രീയുടെ മൃതദേഹം ഇവിടെ നിന്ന് നീക്കാൻ അനുവദിക്കില്ല എന്നാണ് ആളുകൾ പറയുന്നത്. കാരണം വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണാതെ, ശാശ്വതമായ പരിഹാരം ഇല്ലാതെ ഇതിന് അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലുള്ള ഒരു പ്രക്ഷോഭം ഈ നാട് കണ്ടതാണ്. വലിയ രൂക്ഷമായ പ്രക്ഷോഭമാണ്. മൃതദേഹവുമായി പോലും ആളുകൾ നടു റോഡിൽ ഇറങ്ങി വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയിരുന്നു. അന്ന് കുറെ ആശ്വാസ വാക്കുകളും പ്രഖ്യാപനങ്ങളും കുറെ സഹായ വാഗ്ദാനങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും നടപ്പായില്ല. ഇങ്ങനെ വാഗ്ദാന ലംഘനത്തിന്റെ ഒരു പരമ്പര തന്നെയാണ് ആളുകളുടെ ചരിത്രത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പലതവണ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെ സമാശ്വസിപ്പിച്ച് അധികൃതർ തടിയൂരുകയും പിന്നീട് ആ വാഗ്ദാനങ്ങളൊക്കെ അധികൃതർ മറന്നുപോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഈ ആളുകൾ ഇവിടെ പ്രതിഷേധിക്കാൻ കാരണം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാട്ടാനയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും പഞ്ചാരക്കൊല്ലി വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ മറ്റ് സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കടുവയുടെ ആക്രമണം ഇപ്പോൾ ഈ പ്രദേശത്ത് ഇതാദ്യമാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു തവണ കടുവയെ കണ്ടിരുന്നുവെന്നും വളർത്തുനായയെയും ആടിനെയും കടുവ പിടികൂടിയെന്നും നാട്ടുകാർ കഴിഞ്ഞ തവണ പറഞ്ഞു പരാതിപ്പെട്ടിരുന്നു. അതേസമയം അന്ന് മനുഷ്യനെ അടക്കം ആക്രമിച്ച് കൊല്ലപ്പെട്ട സാഹചര്യം ഉള്ളതുകൊണ്ട് അതൊന്നും മാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയായിരുന്നില്ല. ആ പ്രദേശത്ത് നിന്ന് സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു കടുവയുടെ എന്ന് വനംവകുപ്പുകാർക്കും അറിയാം, നാട്ടുകാർക്കും എല്ലാം അറിയാം. ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കാപ്പിത്തോട്ടങ്ങളിലെല്ലാം കൃഷിക്ക് ജോലിയെടുക്കാനൊക്കെ ആളുകൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ കാപ്പി വിളവെടുക്കുന്ന സമയമാണ്. കഴിഞ്ഞ തവണയും ഈ വിളവെടുപ്പ് കാലത്ത് തന്നെയായിരുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിരുന്നത്. ഏതായാലും മന്ത്രി OR കേളു, പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, മറ്റ് കർഷക സംഘടനാ നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. പോലീസ് ഉണ്ട്, വനം വകുപ്പ് അധികൃതരുണ്ട്. അധികം താമസിയാതെ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. എന്നാൽ ജനങ്ങൾ അത് ചെറുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുല്യ, ഇപ്പോൾ ഈ മൃതദേഹം മറ്റെവിടേക്കും മാറ്റാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ നാട്ടുകാർ പോവുകയാണ്. പക്ഷേ ഈ ഒരു കടുവയെ കണ്ടെത്താനുള്ള നടപടികൾ, അല്ലെങ്കിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ ഈ എത്തിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ ആരംഭിക്കുന്നതിന്റെ സൂചനകൾ നൽകുന്നുണ്ടോ? തീർച്ചയായും. അതായത് കടുവയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വനം വകുപ്പിന്റെ RRT ടീമംഗം ആണ് എത്തിയിട്ടുള്ളത്. RRT ടീമംഗങ്ങളുടെ നേതൃത്വത്തിൽ കടുവയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംഘം ജാഗ്രതയോടുകൂടി നിരീക്ഷണം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ മൃതദേഹം മാറ്റാനുള്ള ശ്രമവും കൂടിയാണ് ഈ സമയം നടക്കുന്നത്. രണ്ട് ശ്രമവും ഒരുപോലെ തന്നെയാണ് നടക്കുന്നത്. കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നോർത്ത് വയനാട് DFO നേരത്തെ തന്നെ വനപാലകർ നേരത്തെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. സൗത്ത് വയനാട് DFOയും അതുപോലെ തന്നെ ഇതിൽ പ്രാവീണ്യമുള്ള ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളിൽ കടുവയെയും പുലിയെയും നിരീക്ഷിച്ച് മയക്കുവെടി വെക്കേണ്ടി വന്നാൽ മയക്കുവെടി വെക്കാനും അതുപോലെ തന്നെയുള്ള മറ്റു നടപടികൾക്കുമൊക്കെ പ്രാവീണ്യമുള്ള എക്സ്പേർട്ടായ ആളുകൾ അവിടേക്ക് ഇപ്പോൾ തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, പല ബുദ്ധിമുട്ടുകളുണ്ട്. മയക്കുവെടി വെക്കുക എന്നുള്ളതൊന്നും അത്ര പെട്ടെന്ന് സാധ്യമായ കാര്യമല്ല. കൂട് വെക്കുക എന്നുള്ളത് അത്ര സാധ്യമല്ല. നേരത്തെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് പോലെ വന്യമൃഗങ്ങളുടെ ആക്രമണമോ സാന്നിധ്യമോ പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി യോഗം ചേർന്ന് ശുപാർശ ചെയ്ത് വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി വേണം അനന്തര നടപടികളെല്ലാം നടത്താൻ. കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആളുകളുടെ അടിയന്തര ആവശ്യം പരിഗണിച്ചാണ് കഴിഞ്ഞ തവണയൊക്കെ ആ ഉത്തരവ് പുറത്തിറക്കി ആനയെയും അതുപോലെ തന്നെ ഇതുപോലുള്ള മാരക ആക്രമണം നടത്തുന്ന വന്യമൃഗങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അവയെ പിടികൂടാൻ, അല്ലെങ്കിൽ അവയെ മയക്കുവെടി വെക്കാനുള്ള നടപടികളൊക്കെ വനം വകുപ്പ് സ്വീകരിച്ചത്. അതേ കീഴ്വഴക്കം തന്നെയാകും ഇതിലും ഉണ്ടാവുക. അതിനുള്ള ഒരു കാലതാമസം ഉണ്ടാകും. ഏത് രീതിയിൽ ഈ കടുവയെ നിരീക്ഷിക്കും, കടുവയെ ഏത് രീതിയിൽ പിടികൂടും, വേണ്ടി വന്നാൽ മയക്കുവെടി വെക്കേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിദഗ്ധ സമിതിയുടെ യോഗം ചേർന്ന് വനം വകുപ്പിലെ വിദഗ്ധരുടെ കൂടി അഭിപ്രായം തേടിയ ശേഷം സർക്കാരിന്റെ ഒരു തത്വത്തിൽ നയപരമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാവുക. ഇപ്പോൾ കടുവയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി RRT ടീമാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്. എന്തായാലും RRT ടീമും ദൗത്യ സംഘവും എല്ലാം ഇനി വരും മണിക്കൂറുകളിൽ എന്തായാലും ഈ ഒരു കടുവയെ
ലൊക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൃതദേഹം മാറ്റുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വന്യജീവി സംഘർഷങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ വന്യജീവി നിയമം ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവാദമെല്ലാം തുടരുന്നതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം കൂടി വരുന്നത്. രാവിലെ കാപ്പിക്കുരു പറിക്കാൻ വേണ്ടി